അന്വേഷണം വീണ വിജയനിലേക്ക് ആദ്യം എത്തിക്കഴിഞ്ഞപ്പോൾ കേരളക്കര കണ്ടതാണ്. പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇഡിയുടെ വണ്ടി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇഡി വന്ന വണ്ടിയുടെ ചില്ല് വരെ തല്ലി തകർത്ത് ഇഡിയുടെ രാഷ്ട്രീയ വേട്ടയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത് നൂറുകണക്കിന് CPIM പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ്. ഇഡി ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവന മാർഗം നടത്തുന്നയാളാണ്. അപ്പൊ ഈ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇടയിലെ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയ ആ കാർ നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പൊ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ, CPIMന്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ. അവരെ ആക്രമിച്ച്, അതായത് അണികൾ ആക്രമിച്ച് കണ്ടാൽ അറിയുന്ന 200 പേർക്കെതിരെ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഉള്ള നാടാണ് ഈ കേരളം. പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്തത്, അതായത് ഇവിടുത്തെ അണികൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ കണ്ടാൽ അറിയുന്ന 200 പേരിൽ അണികൾ മാത്രമേ ഉള്ളൂ, ഒരു സഖാക്കളുമില്ല. നമ്മളെല്ലാവരും ലൈവായിട്ട് ന്യൂസ് ചാനൽ, മുഖ്യധാര ചാനലുകളെല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് ശിവൻകുട്ടി ഉണ്ടായിരുന്നു, റഹീം ഉണ്ടായിരുന്നു, അങ്ങനെ പല പല MLA-മാരും MP-മാരും എല്ലാവരും ഉണ്ടായിരുന്നു. തോറ്റ MLA-മാർ വരെ അവിടെ ഉണ്ടായിരുന്നു. അതായത് അത്രയും പേര് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട അണികളിലേക്ക് മാത്രം അറിയുന്ന 200 പേരിൽ അണികൾ മാത്രം ഉണ്ടായത്? എന്താണ്? ഇനി പോലീസുകാർക്ക് ഇവരെ കണ്ടാൽ അറിയാത്തത് കൊണ്ടാണോ, അതോ ഇനി കണ്ടാൽ അറിയുന്നവരിൽ ഇവർ മാത്രം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു അജണ്ട ഇവർക്കുണ്ടോ? ചോദ്യം ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പിണറായിയുടെ വീട്ടിലെ റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് 1-ാം പ്രതിക്ക് ജാമ്യമില്ല. ആ ഹർജി തള്ളിയിരിക്കുകയാണ്. UAPA ചുമത്താൻ പോകുന്നു എന്നൊരു വാർത്തയും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ബഹുകേമമായി. കാരണം AC കാറിലും അതേപോലെ AC ഫ്ലാറ്റിലും അന്തി ചർച്ചകൾ, അതായത് മറ്റു പല പാർട്ടികളിലെ നേതാക്കന്മാരായിട്ട് പകൽ മൊത്തം വിദ്വേഷം കാണിച്ച് രാത്രിയെല്ലാം ചർച്ചകളുടെ സൗഹൃദം പകരുന്ന ഈ നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് ഒന്നും അറിയാത്ത അണികളുണ്ട്. ആ അണികളാണ് എപ്പോഴും എവിടെയും കുറ്റക്കാരാവുന്നത്. ഇവിടെയും അത് തന്നെ. കാരണം പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇഡി വന്നു കഴിഞ്ഞപ്പോൾ പരസ്യമായിട്ട് മാധ്യമങ്ങളിലൂടെ ഇത് ഞങ്ങൾ നേരിടും എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? അവർ പറഞ്ഞത് കൊണ്ടും അവരുടെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം മാത്രവുമാണല്ലോ ഈ പാവപ്പെട്ട അണികൾ സമരത്തിനിറങ്ങിയത്, ചില്ല് തകർക്കാൻ പോയത്, ഉദ്യോഗസ്ഥരെ തടയാൻ പോയത്. പക്ഷെ കേസ് വന്നപ്പോൾ അണികൾക്കെതിരെ മാത്രമേ ഉള്ളൂ. യുദ്ധം ചെയ്യാൻ പറഞ്ഞവർക്കെതിരെ കേസില്ല, കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നവർക്കെതിരെ കേസില്ല, നിർദ്ദേശം നൽകിയവർക്കെതിരെ കേസില്ല. കേസ് കൊടുത്തതാകട്ടെ പാവം തെരുവിലിറങ്ങി ചില്ല് പൊട്ടിച്ച അണികളാണ്. ഈടെ വന്ന കാറ് ആകട്ടെ, ആ ഓടിച്ച ഡ്രൈവർ ഒരു CPM അനുഭാവിയാണ്. അദ്ദേഹത്തിന്റെ കാറ് ശരിയാക്കി കൊടുക്കാമെന്ന് അന്ന് വൈകുന്നേരം തന്നെ റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്ക് പോലും പാലിക്കാത്ത MP-യാണ് റഹീം. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാർ റിപ്പയർ ചെയ്യാനുള്ള പണം കൊടുത്തത് ഇഡി ഉദ്യോഗസ്ഥരാണ്, ഇഡിയാണ്. പറയുമ്പോൾ ഇവർ ആർക്കെതിരെയാണ് ഇങ്ങനെ ഒരു സമരം ചെയ്തത്? കാരണം വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് വന്നതെങ്കിൽ വീണ വിജയൻ പാർട്ടി അംഗമാണോ? പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ വീണ വിജയൻ ഇപ്പോൾ കൊടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിവരമുണ്ട്, ഒരു മൊഴിയുണ്ട്. എല്ലാം അച്ഛനെ അറിയൂ. കാരണം അച്ഛനാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ. ശശിധരൻ കർത്ത കഴിഞ്ഞ ദിവസം കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു. ഞാൻ വീണ വിജയന്റെ കെയർ ഓഫിലൊന്നും അല്ല പണം കൊടുത്തത്, പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടുള്ള ഇരിപ്പ് വശം വച്ചിട്ടാണ് ഞാൻ പൈസ കൊടുത്തതെന്നാണ് പറയുന്നത്. ആ ഇരിപ്പ് വശത്തിന്റെ സ്ഥാനഭ്രംശം ഇപ്പോൾ സംഭവിച്ചോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. കാരണം എക്സാലോജിക്, വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് CMRL നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് യാതൊരു സേവനവും കൊടുത്തത് കൊണ്ടല്ല, മറിച്ച് വീണ വിജയന്റെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായ പിണറായി വിജയന്റെ മകൾ എന്നൊരു ലേബൽ കൊണ്ട് മാത്രമാണ് പണം കൊടുത്തത്.
യാതൊരു സേവനവും കൊടുത്തിട്ടില്ല, യാതൊരു സേവനവും ചെയ്തിട്ടില്ല. ഒരു ഇൻവോയ്സ് പോലും കൊടുക്കാതെ ശശിധരൻ കർത്ത വലിയൊരു കോടി രൂപന് മാസം ഇത്ര ലക്ഷം രൂപന് വീണ വിജയന്റെ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മുഖേന മാത്രമാണ്. മകൾ എന്നൊരു ലേബൽ വെച്ച് അതിന്റെ പിന്നാമ്പുറത്ത് വൻ അഴിമതികളാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഈ പൈസ ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നുള്ള തെളിവാണ് ED വന്ന് അന്വേഷിച്ചത്. പക്ഷെ ഇപ്പോൾ നിലവിൽ വീണ വിജയന്റെ ഒരു കമ്പനി കൊറോണ സമയത്തുണ്ടായിരുന്നു. ആ കമ്പനിയുടെ അഡ്രസ്സ് പോലും തിരക്കി ചെന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു കമ്പനി പോലും ഇല്ല. ഇതൊക്കെയാണ് വീണ വിജയന്റെ സിദ്ധാന്തം. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാവപ്പെട്ട അണികളെ മുൻനിർത്തി നേതാക്കന്മാര് അത് ഇത് ചെയ്യുന്നു പറഞ്ഞ് അവസാനം പെട്ടുപോയതാകട്ടെ അണികളാണ്. മൊട്ടയെറിഞ്ഞ IB വിനുവിനെ പോലും പോലീസുകാർ കണ്ടില്ല അത്രേ. എന്താണിത്? പോലീസുകാർക്ക് എന്താ കാണാൻ കഴിയില്ലേ? കാണാൻ കഴിയാത്തൊന്നുമല്ലല്ലോ. കാരണം ഇവർ തമ്മിൽ, നേതാക്കന്മാർ തമ്മിൽ ഭയങ്കര ടൈപ്പാണ്. പാവപ്പെട്ട അണികൾക്ക് ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ സമരത്തിനിറങ്ങുമ്പോൾ അണികളെ നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങൾക്കിടയിൽ മാത്രമേ, അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും, CPM പാർട്ടിയാണോ, കോൺഗ്രസ് ആണോ, BJP ആണോ, ഏത് പാർട്ടി ആണെങ്കിലും ആ പാർട്ടിയിലെ അണികൾക്ക് മാത്രമേ ബദ്ധശത്രുക്കളാവുള്ളൂ. നേതാക്കന്മാർ അപ്പോഴും ഇപ്പോഴും ഒരേ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് അണികളാവാതിരിക്കുക, അടിമകളാവാതിരിക്കുക. കാരണം അടിമകളായിക്കഴിഞ്ഞാൽ ചെയ്യാത്ത കുറ്റത്തിന് വല്ലോന്റെ ഓർഡർ അനുസരിച്ച് ഇതേപോലെ ആയുഷ്കാലം ജയിലിൽ കിടക്കേണ്ടി വരും. എന്ത് തന്നെയാണെങ്കിലും ഇനി അടുത്ത ED അന്വേഷണം പിണറായി വിജയനിലേക്കാണ് എത്താൻ പോകുന്നത്. ഇങ്ങനെ പിണറായി വിജയനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ കാറ് തല്ലി പൊളിക്കുകയാണ് ചെയ്തത്. ഇനി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ കേരളം മൊത്തം കത്തിക്കോ അതോ തിരുവനന്തപുരം മൊത്തം തീയിടുവോ? കണ്ടു തന്നെ അറിയണം സഖാക്കളുടെ ഗുണവധികാരം എന്താണെന്ന്.